ഫ്രണ്ട്സ്, എല്ലാവർക്കും ശാരദ കുസീൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സ്പൈസിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതാണല്ലേ വരും. അപ്പോൾ ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് വറ്റൽമുളകൊന്ന് വറുത്തെടുക്കണം. ഒരു 12ഓളം വറ്റൽമുളകുണ്ട്, നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പട്ട, ചെറിയൊരു പീസ് പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു 2 ടീസ്പൂൺ മല്ലി, കൊത്തമല്ലി, അതും ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 4 ലെഗ് പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ വെള്ളം വരെ നമ്മൾ ഒപ്പിയെടുത്താണ് കേട്ടോ. ഇതിൽ കംപ്ലീറ്റ് വെള്ളം ഒന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒപ്പിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഈ ചെറുനാരങ്ങ നീര് മസാലയൊക്കെ ഇതിൽ നല്ലപോലെ ഉള്ളി പിടിച്ച് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമുക്കിനി മസാലകൾ എടുത്തിട്ടൊന്ന് മാരിനേഷൻ ചെയ്യാം. ഇതാ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെയിട്ടുള്ള മസാലപ്പൊടികളാണ്. അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഒരു ചെറുനാരങ്ങയുടെ നീര്, ഇത്രയും ഇട്ടിട്ട് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ കൈകൊണ്ട് തിരുമ്പി കുഴച്ചെടുക്കണം. ഓരോ ലെഗ് പീസും നന്നായി ഒന്ന് തിരുമ്പി കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മസാലകളൊക്കെ നന്നായി ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ കൊണ്ട് നന്നായി ഒന്ന് അമർത്തി തിരുമ്പി കുഴക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇനി മസാല കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഞാൻ ബാക്കിയുള്ള മസാല കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ മാരിനേഷൻ ചെയ്തിട്ട് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവോള സ്ലൈസായി അരിഞ്ഞത്, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി സ്ലൈസായി അരിഞ്ഞത്, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഈ ഉള്ളി നല്ലപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറുവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ലെഗ് പീസ് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഉള്ളി മാറ്റേണ്ട ആവശ്യമില്ല. ആ ഉള്ളിയുടെ ഫ്ലേവർ ഈ ചിക്കനിൽ ഇറങ്ങി വരണം. അപ്പോൾ ആ ഉള്ളിയുടെ മേലെ തന്നെ ഇത് 4 പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നിട്ട് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരു ഹാഫ് വേവ് വെന്ത് കിട്ടണം. എല്ലാം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം. കൂടുതൽ തീയായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ കൂടുതൽ ഓയിലൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ ഈ ഉള്ളിയുടെ ഫ്ലേവറൊക്കെ ഈ ചിക്കനിലൊന്ന് ഇറങ്ങി വരും. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക്. ഇനി ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. കണ്ട 2 സൈഡും ഇപ്പോൾ ഈ സമയത്ത് ഒരു ഹാഫ് വേവ് ചിക്കനൊക്കെ ലെഗ് പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാരിനേഷൻ ചെയ്ത ബാക്കിയുള്ള ആ മസാല ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലകളൊക്കെ ഈ ചിക്കനിൽ നന്നായി പിടിക്കുകയും വേണം. ഈ ചിക്കൻ ഫുള്ളായിട്ട് ഉള്ളൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാവിടെയും ഒന്ന് അടിചേർത്ത് ഇളക്കി കൊടുത്തിട്ട് ഈ ഉള്ളി ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. ആ ഉള്ളിയുടെ ഫ്ലേവറൊക്കെ ഈ ചിക്കനിൽ നല്ലപോലെ ഒന്ന് ഇറങ്ങി വരണം. അപ്പോൾ ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം.
കണ്ടോ നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ ഫ്രഷ് ആയിട്ടുള്ള മസാലയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ മസാലയുടെ ആ ഫ്ലേവറും ആ ഉള്ളി നമ്മൾ വറുത്തിട്ടാണല്ലോ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി തീ കുറച്ച് വെക്കണം കേട്ടോ, അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടി ചേർത്തി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. ഇനി ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. കംപ്ലീറ്റ് വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിത്തഴിയും കുറച്ച് കറിവേപ്പിലയും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, പൊറോട്ട, ആപ്പം, പത്തിരി എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ ഉറപ്പായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ.